ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഞ്ജു കുളി കഴിഞ്ഞ് വരുന്ന അനന്തുവിനോട് പറയുകയാണ്, എനിക്കെന്തോ നല്ല പേടിയുണ്ട്. അർച്ചന ചേച്ചി ഈ കേസ് തോറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നാണം കെടും. ആ ചന്ദ്ര നമ്മളെ എല്ലാവരെയും നാണം കെടുത്തും. അതുകൊണ്ട് നിങ്ങൾ അനിയന്മാരെല്ലാവരും കൂടിയിട്ട് അർച്ചന ചേച്ചിയോട് ഈ കേസ് വേണ്ട, ഇത് ഒഴിവാക്കി എന്ന് പറയുകയാണ്. അപ്പോൾ അനന്തു മഞ്ജുവിനോട് പറയുകയാണ്, ഇല്ല, അർച്ചന ചേച്ചി ഈ കേസ് എന്തായാലും ഒരു നിസ്സാരമായി കാണുന്നില്ല. അർച്ചന ചേച്ചി ഈ കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോകും എന്ന് മഞ്ജുവിനോട് അനന്തു കർശനമായി തന്നെ പറയുകയാണ്. ഇതിനുശേഷം ചന്ദ്രകാന്തത്തിലെ വിജയശങ്കറിനെയും ചന്ദ്രയെയും കാണിക്കുകയാണ്. ചന്ദ്ര വിജയശങ്കറിനോട് പറയുകയാണ്, ആ കേസിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വക്കീല് അർച്ചനയാണെന്ന് പറഞ്ഞിട്ട് അവളെ നിസ്സാരമായിട്ട് കാണണ്ട. വിജയേട്ടൻ ഈ കേസിൽ ഉഴപ്പാൻ നിൽക്കരുത്. അപ്പോൾ വിജയശങ്കർ പറയുകയാണ്, 18 അടവ് പഴറ്റിയാലും അർച്ചന ആ കേസിൽ ജയിക്കാൻ പോകുന്നില്ല. അതിനുള്ള എല്ലാ പഴുതുകളും ഞാൻ അടച്ചിട്ടുണ്ട്. അവൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത പോയിന്റുകളും എവിഡൻസുകളും ഞാൻ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. കോടതി എന്തായാലും അർച്ചനയെ എടുത്തിട്ട് കൊടയും എന്ന് വിജയശങ്കർ പറയുകയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, അവൾ എന്തായാലും ആ കേസ് തോൽക്കില്ലേ എന്ന്. അപ്പോൾ വിജയശങ്കർ പറയാണ്, ഉറപ്പായിട്ടും അവൾ ആ കേസ് തോറ്റ് തുന്നം പാടും എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് വളരെ സന്തോഷമാവുകയാണ്. അതിനുശേഷം അമ്പാട്ടിലുള്ള എല്ലാവരും ഗീതുവിൻ്റെ കേസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. പ്രതികളെ പിടികൂടിയത് അർച്ചന ചേച്ചിയാണെങ്കിലും ക്രെഡിറ്റ് ഫുള്ള് പോലീസുകാർക്കാണെന്ന് രമ്യ പറയുമ്പോൾ അർച്ചന പറയാണ്, ഞാൻ ഈ കേസിന് ഒരു ക്രെഡിറ്റും പ്രതീക്ഷിക്കുന്നില്ല രമ്യ എന്ന്. പിന്നീട് അർച്ചന പറയാണ്, ശരിക്കുള്ള കുറ്റവാളിയെ നമുക്ക് ഇപ്പോഴും പിടികൂടാനായിട്ടില്ല. അവനാണ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. അങ്ങനെ പ്രചരിപ്പിച്ചതും തെറ്റ് തന്നെയാണ്. അവനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയാണ്. അപ്പോൾ രമ്യ പറയുകയാണ്, ചേച്ചി എന്തായാലും ഒന്ന് സൂക്ഷിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇങ്ങനെയൊരു കേസ് വരുമ്പോൾ ഉണ്ടാവാനുള്ള ഭീഷണികളെ പറ്റി എനിക്ക് നല്ല അറിവുണ്ട്. എന്തായാലും ഞാൻ ഇതിന്ന് പിന്മാറാൻ പോകുന്നില്ല. ഗീതുവിനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ചിന്നുമോളെയാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ഒരു കൂടപ്പിറപ്പിൻ്റെയോ മകളുടെ സ്ഥാനത്താണ് ഞാൻ ഗീതുവിനെ കാണുന്നത് എന്ന് അർച്ചന പറയുമ്പോൾ ഇതെല്ലാം ഗീതു കേട്ടുകൊണ്ട് കരഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഗീതു വേഗം വന്നിട്ട് അർച്ചനയെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോൾ അർച്ചന ഗീതുവിനോട് പറയാണ്, ഗീതു കരയരുത്, നീ ബോൾഡായി നിൽക്കണം, നമുക്ക് കേസിൽ ജയിക്കണ്ടേ എന്ന് പറയുമ്പോൾ ഗീതു പറയാണ്, അതെ, എനിക്ക് കേസ് ജയിക്കണം എന്ന് പറയുന്നു. അതിനുശേഷം എല്ലാവരും രാത്രി ഉറങ്ങിക്കിടന്നതിന് ശേഷം രുക്കു അച്ചുവിനെ കാണാനായിട്ട് വീടിന് പുറത്തേക്ക് വരികയാണ്. എന്നാൽ അവിടെയെങ്ങും അച്ചുവിനെ കാണുന്നുണ്ടാവില്ല. രുക്കു തിരിച്ച് റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അച്ചു വേഗം വന്നിട്ട് രുക്കുവിൻ്റെ വായ അടച്ചു പിടിക്കുന്നത്. രുക്കു ആകെ പേടിക്കുന്നുണ്ട്. അപ്പോൾ രുക്കു അച്ചുവിനോട് പറയുകയാണ്, ഞാൻ ആകെ പേടിച്ചു പോയി എന്ന്. രാത്രിയിൽ ഇങ്ങനെ കാണണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ആണ്. ആരെങ്കിലും പെട്ടെന്ന് കണ്ടാൽ അത് പ്രശ്നമാവും എന്ന് രുക്കു അച്ചുവിനോട് പറയാണ്. അപ്പം അച്ചു പറയാണ്, അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2 ശത്രുക്കൾ തമ്മിൽ ഇങ്ങനെയെല്ലാം ഉണ്ടെന്ന് എല്ലാവരും അറിയും എന്ന് അച്ചു പറയുമ്പോൾ രുക്കു പറയണ, ഇപ്പം ഇങ്ങനെയൊക്കെ പറയും, അപ്പോൾ ഒന്നും മിണ്ടാതെ നീ നിൽക്കൂ എന്ന് പറയുകയാണ്. അച്ചു പറയുകയാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ വന്ന് നിന്നെ വിളിക്കും, അപ്പം നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നാൽ മതി എന്ന് പറയുമ്പോൾ രുക്കു പറയുകയാണ്, അങ്ങനെ എനിക്ക് ഇറങ്ങി വരാൻ പറ്റുമോ എന്ന്. അപ്പോൾ അച്ചു പറയുകയാണ്, എന്നാൽ നീ ഇപ്പോൾ വായോ, ഞാൻ എൻ്റെ വെല്ലുവിളിയനോട് പോയിട്ട് നിന്നെ വേണമെന്ന് പറയാം, ഇപ്പം തന്നെ ഞാൻ എന്തായാലും വെല്ലുവിളിയനോട് പെർമിഷൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ചു നിലവിളിച്ചുകൊണ്ട്, വെല്ലുവിളിയോ, ഞാൻ ഈ രുക്കുവിനെ കൊണ്ടുപോവുക എന്ന് പറയുന്നു. അപ്പോഴേക്കും രുക്കു വന്നിട്ട് അച്ചുവിൻ്റെ വായ അടച്ചു പിടിക്കുന്നുണ്ട്. നീ ഇതെന്ത് പണി അച്ചു കാണിക്കുന്നത്, പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ അച്ചു ഇത്ര മതിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രുക്കു പറയാണ്, മതി ഇത്രയും മതി എന്ന് പറയുന്നു. അതിനുശേഷം അച്ചു പോവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രുക്കു അച്ചുവിനോട് പറയാണ്, പോവണ്ട, നമുക്ക് നേരം വെളുക്കും വരെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നു. പിന്നീട് അച്ചുവും രുക്കുവും തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയിലേക്ക് വിജയശങ്കർ വരുമ്പോൾ അർച്ചനയുടെ അസിസ്റ്റൻ്റ് വക്കീൽ, ഈ സാർ എന്താ ഇവിടെ എന്ന് അർച്ചനയോട് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, വേറെ ഏതെങ്കിലും കേസിന് വന്നതായിരിക്കുമെന്ന്. അതിനുശേഷം കോടതിയിൽ വാദം നടക്കുകയാണ്. അർച്ചന പറയുകയാണ് കോടതിയോട്, ഈ നിൽക്കുന്ന പ്രതിയാണ് ഗീതുവിനുണ്ടായ സംഭവത്തിൽ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഈ വ്യക്തി ചെയ്തതും കുറ്റകൃത്യം തന്നെയാണ് എന്ന് അർച്ചന പറയുകയാണ്. അപ്പോൾ പോലീസ് പറയുകയാണ്, സാർ,
തനിക്കെന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചിട്ടാണ് ഈ പ്രതി ആ സമയത്ത് ഒന്നും ചെയ്യാതിരുന്നത് എന്ന് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഇതൊക്കെ യുക്തിക്ക് നിരക്കാത്തതാണ് സാർ. അങ്ങനെ ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടാമായിരുന്നു, അല്ലെങ്കിൽ ഫോണിൽ പോലീസിനെ വിളിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ കുറ്റകൃത്യം ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്തത് മറ്റൊരു കുറ്റകൃത്യം തന്നെയാണ്. ആ സംഭവങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചത് അതിലും വലിയ കുറ്റമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇനിയും തെറ്റുകൾ ചെയ്യാനുള്ള അതൊരു പ്രോത്സാഹനമാവും. ഇങ്ങനെയൊക്കെ കുറ്റം ചെയ്യുന്നവരെ സമൂഹം അറിയണം, അവരെ ഒറ്റപ്പെടുത്തണം. അതുകൊണ്ട് ഈ പ്രതി നിശാന്ത് ശിക്ഷ അനുഭവിക്കണം. അതാണ് എനിക്ക് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ളത് എന്ന് അർച്ചന പറയുകയാണ്. അതിനുശേഷം കോടതി ചോദിക്കുകയാണ്, പ്രതിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ജാമ്യത്തിൽ ഇറക്കാനായിട്ട് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ വിജയ് ശങ്കറിൻ്റെ അസിസ്റ്റൻ്റ് വക്കീല് വിജയ് ശങ്കറിനോട് പറയുകയാണ്, എന്താ സാർ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുകയാണ്, വെയിറ്റ് ചെയ്യ്, ഇപ്പോൾ നമ്മളൊന്നും മിണ്ടണ്ട, അവനെ ജാമ്യത്തിൽ എടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം കോടതി പറയുകയാണ്, പ്രതി പ്രഥമ ദൃഷ്ടിയാൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യമായിരിക്കുന്നു. 14 ദിവസത്തേക്ക് പ്രതി നിശാന്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന് കോടതി പറയുമ്പോൾ CI പോലീസ് പറയുകയാണ്, പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ കൂടുതൽ തെളിവെടുപ്പിനായിട്ട് വിട്ടുതരണമെന്ന് അപേക്ഷിക്കുന്നു സാർ എന്ന് പറയുമ്പോൾ കോടതി പറയുകയാണ്, പ്രതിയെ പോലീസുകാർക്ക് 3 ദിവസത്തേക്ക് മാത്രമാണ് വിട്ടു നൽകാൻ സാധിക്കുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം അർച്ചനയുടെ അസിസ്റ്റന്റ് വക്കീൽ പറയുകയാണ്, ഇത് അർച്ചന ചേച്ചിയുടെ വിജയമാണ്, അക്കാര്യത്തിൽ ഒരു സംശയമില്ലെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അർച്ചനയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്. അതിനുശേഷം പ്രതി നിശാന്ത് കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടതോടെ മാധ്യമങ്ങളിലെല്ലാം അത് വന്നിട്ടുണ്ട്. വിജയ് ശങ്കർ വീട്ടിലിരുന്ന് ഈ ന്യൂസ് കാണുകയാണ്. ഇതോടുകൂടി വിജയ് ശങ്കറിന് അർച്ചനയോട് ദേഷ്യം കൂടുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.